കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എക്കാലവും വിവാദങ്ങളുടെയും വീര്യത്തിന്റെയും പ്രതീകമാണ് കെ സുധാകരൻ. KPCC അധ്യക്ഷൻ പദവിയിലിരിക്കെ അദ്ദേഹം നടത്തുന്ന ഓരോ പ്രസ്താവനയും രാഷ്ട്രീയ കേരളം അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കാണാറുള്ളത്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളെയും വ്യക്തിപരമായ രാഷ്ട്രീയ താൽപര്യങ്ങളെയും വീണ്ടും ചർച്ചാവിഷയമാക്കിയിരിക്കുകയാണ്. പാർലമെന്റിലെ വലിയ വേദികളെക്കാൾ തനിക്ക് പ്രിയം നിയമസഭയാണെന്നും അവിടെ ജനങ്ങളുമായി നേരിട്ട് ഇടപെടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും സുധാകരൻ പറയുമ്പോൾ അത് കേവലം ഒരു ആഗ്രഹം മാത്രമല്ല, മറിച്ച് പാർട്ടിയിലെ ചില അധികാര കേന്ദ്രങ്ങൾക്കെതിരെയുള്ള കൃത്യമായ വിരൽചൂണ്ടൽ കൂടിയാണ്. കെ സുധാകരൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഈ ഘട്ടത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നത് പരസ്യമായ രഹസ്യമായിരുന്നു. എന്നാൽ ഇത് അദ്ദേഹം തന്നെ തുറന്നു സമ്മതിക്കുകയാണ് ആദ്യമായി. ഡൽഹിയിലെ രാഷ്ട്രീയത്തെക്കാൾ കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലാണ് തന്റെ ഹൃദയമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തന്റെ ഈ ആവശ്യത്തിന് പച്ചക്കൊടി കാട്ടിയിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ വെളിപ്പെടുത്തലാണ്. ഹൈക്കമാൻഡ് തലത്തിൽ ഒരു നേതാവിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പിന്തുണയാണിത്. നിയമസഭ എന്നത് ഒരു തദ്ദേശഭരണ സ്ഥാപനം പോലെയാണ്. അവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി നേരിട്ട് സംവാദിക്കാനും അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടാനും സാധിക്കുമെന്നും സുധാകരൻ പറയുന്നു. പാർലമെന്റ് അംഗം എന്ന നിലയിൽ വലിയ നയരൂപീകരണങ്ങളിൽ പങ്കാളിയാകാമെങ്കിലും താഴെത്തട്ടിലുള്ള ജനസേവനത്തിന് നിയമസഭയാണ് കൂടുതൽ അനുയോജ്യമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. എന്നാൽ ഈ സ്വപ്നത്തിന് തടയിട്ടത് പാർട്ടിയിലെ തന്നെ ചില അദൃശ്യ കരങ്ങളാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ആരോ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്റെ സ്ഥാനാർത്ഥിത്വം തടയപ്പെടുകയായിരുന്നുവെന്നും തന്നെ ചതിച്ചത് ആരാണെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും പുകയുകയാണ്. സാധാരണ രീതിയിൽ ഒരു മുതിർന്ന നേതാവ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് മന്ത്രിസ്ഥാനമോ മുഖ്യമന്ത്രി പദമോ ലക്ഷ്യം വെച്ചാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്താറുണ്ട്. എന്നാൽ ഇവിടെ സുധാകരൻ വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. തനിക്ക് മന്ത്രിയാകണമെന്ന വാശിയില്ലെന്നും ജനങ്ങളെ സേവിക്കുക എന്നത് മാത്രമായിരുന്നു തന്റെ മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറിയ സമയത്ത് കണ്ണൂരിൽ തനിക്കൊരു സീറ്റ് ഉറപ്പു നൽകിയിരുന്നുവെന്നും എന്നാൽ ആ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇത് പാർട്ടി നേതൃത്വത്തിന് നേരെയുള്ള കടുത്ത വിമർശനമായാണ് വിലയിരുത്തപ്പെടുന്നത്. കെ സുധാകരനെതിരെ രാഷ്ട്രീയ എതിരാളികൾ എക്കാലവും ഉയർത്തുന്ന ഒരു ആരോപണമാണ് അദ്ദേഹം BJPയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്നത്. എന്നാൽ ഇത്തരം പ്രചാരണങ്ങളെ അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ തള്ളിക്കളയുന്നു. തന്റെ രാഷ്ട്രീയ വേരുകൾ കോൺഗ്രസിലാണെന്നും അത് ആർക്കും പിഴുതെറിയാൻ കഴിയില്ലെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. വേറെ ആരെങ്കിലും പോകട്ടെ, ഞാൻ എവിടെയും പോകില്ല. 9-ാം വയസ്സിൽ കോൺഗ്രസ് പ്രകടനം നടത്തി വളർന്നവനാണ് ഞാൻ. എൻ്റെ അച്ഛൻ കാണിച്ചു തന്ന വഴിയാണത്. എന്നെ വന്ന് കണ്ട് സംസാരിക്കാൻ മാത്രം ധൈര്യമുള്ളവരൊന്നും BJPയിൽ ഇല്ല എന്ന സുധാകരന്റെ വാക്കുകളിൽ തന്റെ പാർട്ടിയോടുള്ള കൂറും എതിരാളികളോടുള്ള വെല്ലുവിളിയും ഒരുപോലെ നിഴലിക്കുന്നു. താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും 15 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നുമുള്ള വാർത്തകൾ ശുദ്ധ അസംബന്ധമാണെന്നും തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ആരോ ബോധപൂർവം ചമച്ച തിരക്കഥയാണിതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ 2 ധ്രുവങ്ങളിലാണ് പിണറായി വിജയനും കെ സുധാകരനും നിലകൊള്ളുന്നത്. കണ്ണൂർ രാഷ്ട്രീയത്തിലെ ചിരവൈരികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവർക്കിടയിൽ അപ്രതീക്ഷിതമായ ഒരു പരസ്പര ബഹുമാനം പ്രകടമായതും കൗതുകകരമാണ്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സുധാകരൻ എടുത്ത നിലപാടിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചതിനെ സുധാകരൻ സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ 100% നെഞ്ചിലേറ്റുന്നുവെന്നും അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണെന്നും സുധാകരൻ പ്രതികരിച്ചു. രാഷ്ട്രീയത്തിൽ ശത്രുതയുണ്ടാകാം, എന്നാൽ ശരിയായ നിലപാടുകളെ അംഗീകരിക്കാനുള്ള മര്യാദ കാണിക്കണമെന്ന നിലപാടാണ് ഇവിടെ സുധാകരൻ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരു പ്രോത്സാഹനമായാണ് താൻ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചനയാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നു. പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാനുള്ള വലിയ സാധ്യതയാണ് സുധാകരൻ കാണുന്നത്. തനിക്ക് പാർട്ടിയിൽ അറിയപ്പെടുന്ന ശത്രുക്കൾ ഇല്ലെന്നും എല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങിയാൽ ഭരണം പിടിക്കാമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിൽ പ്രയാസമുണ്ടെങ്കിലും പാർട്ടിയുടെ വിജയത്തിനായി പ്രചാരണ രംഗത്ത് താൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട്. സുധാകരന്റെ ഈ നിലപാട് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഒരു നേതാവ് എന്ന നിലയിൽ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ പാർട്ടിയുടെ വിജയത്തിന് അദ്ദേഹം മുൻഗണന നൽകുന്നു എന്നതും പ്രശംസനീയമാണ്. കെ സുധാകരന്റെ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തെയും ഗ്രൂപ്പിസത്തെയും കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ഹൈക്കമാൻഡ് അനുമതി നൽകിയിട്ടും സംസ്ഥാന തലത്തിൽ അദ്ദേഹത്തെ തടയാൻ ആർക്ക് സാധിച്ചു എന്നത് വരും ദിവസങ്ങളിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. എങ്കിലും തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് BJP വിരുദ്ധ നിലപാടും കോൺഗ്രസ് കൂറും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിലൂടെ സുധാകരൻ തന്റെ അണികളെ ചേർത്ത് പിടിക്കുകയാണ്. നിയമസഭയിൽ എത്തുകയെന്ന തന്റെ ആഗ്രഹം ഇപ്പോൾ സഫലമായില്ലെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി താൻ തുടരുമെന്ന് അദ്ദേഹം തെളിയിക്കുന്നു. രാഷ്ട്രീയത്തിൽ ആരും അജയരല്ലെന്നും ചരടുവലികൾ സ്വാഭാവികമാണെന്നും തിരിച്ചറിയുന്ന ഒരു പക്വതയാർന്ന നേതാവിന്റെ ചിത്രമാണ് ഈ വെളിപ്പെടുത്തലുകളിലൂടെ പുറത്തു വരുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും കെ സുധാകരൻ എന്ന പേര് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ക്കാൻ കഴിയാത്ത വിധം പതിഞ്ഞു നിൽക്കുമെന്നതിൽ സംശയമില്ല.